ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. മക്കൾക്ക് ഇതിൻ്റെ PDF ആവശ്യമാണെങ്കിൽ സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്രവർത്തനം താഴെ തന്നിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 5 പ്രവർത്തനം ചെയ്യണം. ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായും ചെയ്യണമെന്ന് നിർദ്ദേശം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. സുഗതകുമാരിയുടെ ലേഖനം വായിച്ചല്ലോ. ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം. പ്രകൃതി ഒരുക്കുന്ന പുഷ്പോത്സവമാണ് അവിടെ വർണ്ണിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക. പുഷ്പോത്സവത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കുക. നോട്ടീസ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നു. പ്രകൃതി രമണീയമായ കാഴ്ചകളെയും പൂക്കളുടെ വൈവിധ്യങ്ങളെയും അടുത്തറിയാൻ ഈ മേള എല്ലാവർക്കും ഒരു മികച്ച അവസരമായിരിക്കും. വിവിധ ഇനം അപൂർവ പുഷ്പങ്ങളുടെ പ്രദർശനം, പൂന്തോട്ട നിർമ്മാണ ശില്പശാല, കുട്ടികൾക്കായി പൂക്കള മത്സരം എന്നിവ പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണ്. തീയതി 2026 ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച. സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. ഇനി വേണമെങ്കിൽ നോട്ടീസിന് താഴെ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അത് എഴുതാം. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ വിനയൻ പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ്. നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ പുഷ്പോത്സവത്തിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിനീതഭാവത്തോടെ കൺവീനർ, പരിസ്ഥിതി ക്ലബ്ബ്. സ്കൂളിൻ്റെ പേരെന്താണോ അത് എഴുതി കൊടുക്കുക. പ്രവർത്തനം 2. താഴെ തന്നിട്ടുള്ള പദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഓരോ മലരിലും ഓരോ തളിരിലും ഓടിക്കുഴങ്ങേണ്ട നേത്രമേനി ഉദ്യാനദേവത താൻ തന്നെയല്ലയോ ഹൃദ്യമാമി മണിത്തിണ്ണയിന്മേൽ 5 വയസ്സായി പെൺകിടാവായി ചമഞ്ഞഞ്ചിത കേളികളാടി വാഴ്വൂ. ചോദ്യം എ. ഓരോ മലരിലും ഓരോ തളിരിലും ഓടിക്കുഴങ്ങേണ്ട എന്ന് പറയുന്നത് ആരോടാണ് പറയുന്നത്? കവിയോട്, കൈകളോട്, നേത്രത്തോട്, കാലുകളോട്. ആരോടാണ്? നേത്രത്തോട് അല്ലേ, അഥവാ കണ്ണുകളോട്. ചോദ്യം ബി. മണിത്തിണ്ടയിലിരിക്കുന്നത് ആരാണ്? കുട്ടി, കവി, വണ്ട്, ഉദ്യാനദേവത. ആരാണ് മക്കളെ? ഉദ്യാനദേവതയാണ്. ചോദ്യം സി. കവിതയിൽ പറയുന്ന പെൺകിടാവിന് എത്ര വയസ്സാണ്? 6, 5, 4, 3. 5 വയസ്സായി എന്നാണല്ലേ പറയുന്നത്. 5 ഉത്തരം. ചോദ്യം ഡി. ചമഞ്ഞ് എന്നതിന് യോജിച്ച അർത്ഥം ഏതാണ്? കിടന്നു, ഒരുങ്ങി, നടന്നു, ഇരുന്നു. ചമഞ്ഞൊരുങ്ങി എന്നാണല്ലേ പറയാം. അതായത് ശരിക്ക് വൃത്തിക്ക് ഒരുങ്ങി എന്ന് അർത്ഥം. അപ്പോൾ ഒരുങ്ങി എന്നാണ് ഉത്തരം. ചോദ്യം ഈ കവിതയ്ക്ക് ഉചിതമായ ശീർഷകം തിരഞ്ഞെടുക്കൂ. പൂന്തോട്ടം, പൊൻകണി, കളിസ്ഥലം, ഉദ്യാനദേവത. പ്രവർത്തനം 3. സൂചനകളും ചിത്രവും നോക്കി ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. സൂചനകൾ: കേരള കലാമണ്ഡലം, കേരള വാൽമീകി, ദേശസ്നേഹം, വള്ളത്തോൾ, കഥകളി പോഷണം, ആധുനിക കവിത്രയം, ശബ്ദസുന്ദരൻ, സാഹിത്യമഞ്ജരി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ. അപ്പോൾ നമുക്ക് സൂചനകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ചുള്ളതാണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതാം. മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് വള്ളത്തോൾ നാരായണ മേനോൻ. പദങ്ങളുടെ തിരഞ്ഞെടുപ്പിലും പ്രയോഗത്തിലുമുള്ള സവിശേഷമായ മികവ് കാരണം അദ്ദേഹം ശബ്ദസുന്ദരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. മലയാള ഭാഷയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകളും വാൽമീകി രാമായണത്തിൻ്റെ പരിഭാഷയും കണക്കിലെടുത്ത് അദ്ദേഹത്തെ കേരള വാൽമീകി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ദേശസ്നേഹം തപിച്ചു നിന്നിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തുടർച്ചയായി പകർന്ന നിരവധി ദേശഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. സാഹിത്യമഞ്ജരി, ബന്ധനസ്ഥനായ അനിരുദ്ധൻ എന്നിവ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രശസ്ത കൃതികളിൽ ചിലതാണ്. കേരളത്തിൻ്റെ പരമ്പരാഗത കലാരൂപമായ കഥകളിയുടെ പോഷണത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. വിസ്മൃതിയിലാണ്ടുപോകുമായിരുന്ന കഥകളിയെ പുനരുദ്ധരിക്കുന്നതിനായി അദ്ദേഹം കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. കലയ്ക്കും സാഹിത്യത്തിനും അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചിട്ടുണ്ട്. പ്രവർത്തനം ഈ 3-ലുള്ള ബി ചോദ്യം. ലാവണ്യം എന്ന പദത്തോട് ചേരാത്ത പദം എന്ത്? ലാവണ്യം എന്ന് വെച്ചാൽ ഭംഗി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഭംഗി, അഴക്, അപൂർണം, സൗന്ദര്യം. എന്താണ്? അപൂർണം എന്നതാണ് അതിനോട് ചേരാത്ത പദം. ബാക്കി 3 പദങ്ങളുടെയും അർത്ഥം ഭംഗി അല്ലെങ്കിൽ അഴക് എന്ന് തന്നെയാണ്. പ്രവർത്തനം 4. അതിൽ ഒരു എ ചോദ്യമാണ് ആദ്യം. മഴക്കാറ് കൊണ്ടു മഴത്തുള്ളി വീണു മരച്ചൂട്ടിലെങ്ങോ മഴത്തുള്ളി തൊട്ടു. ജി കുമാരപിള്ളയുടെ വനപർവ്വത്തിൽ നിന്നുള്ള 4 വരികളാണ്. മഴത്തുള്ളി തൊട്ടപ്പോൾ എന്ത് ഇന്ദ്രജാലമാണ് മരത്തിൽ സംഭവിച്ചത്? ഊഹിച്ചെഴുതൂ.
ജി കുമാരപിള്ളയുടെ വനപർവം എന്ന കവിതയിലെ ഈ വരികൾ പ്രകൃതിയുടെ അത്ഭുതകരമായ പുനർജനിയെയാണ് കാണിക്കുന്നത്. വേനൽക്കാലത്തെ കഠിനമായ ചൂടിൽ വരണ്ടുണങ്ങി ജീവനറ്റതുപോലെ നിന്ന ഒരു വലിയ മരത്തിന്മേലാണ് ആദ്യത്തെ മഴത്തുള്ളികൾ പതിക്കുന്നത്. മഴത്തുള്ളിയുടെ സ്പർശനമേറ്റ നിമിഷം ഒരു മാന്ത്രിക വിദ്യ, അതാണ് ഇവിടെ ഇന്ദ്രജാലം എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ഒരു മാന്ത്രിക വിദ്യ എന്നോണം മരം പെട്ടെന്ന് ഉണർന്നു പ്രവർത്തിക്കുന്നു. വരണ്ടുണങ്ങിക്കിടന്ന മരച്ചില്ലകളിൽ നിന്ന് പോലും പുതിയ പച്ചത്തളിരിലകൾ പെട്ടെന്ന് മുള പൊട്ടാൻ തുടങ്ങുന്നു. മഴവെള്ളം മരത്തിന്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് മരത്തിന് പുതിയൊരു ഉന്മേഷവും ജീവനും നൽകുന്നു. ജീവനറ്റ ഒന്നിനെ ഒരു നിമിഷം കൊണ്ട് ജീവസുറ്റതാക്കി മാറ്റാൻ മഴയ്ക്ക് കഴിയും. സാധാരണക്കാരനായ ഒരാൾക്ക് ഇതൊരു പ്രകൃതി പ്രതിഭാസമായി തോന്നാമെങ്കിലും കവിയുടെ കണ്ണിൽ ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ ഇന്ദ്രജാലമാണ്. ചുരുക്കത്തിൽ, മഴത്തുള്ളിയുടെ മാന്ത്രിക സ്പർശനത്താൽ വരണ്ടുണങ്ങിയ മരം തളിർക്കുകയും പൂക്കുകയും പ്രകൃതിയാകെ പുനർജനിക്കുകയും ചെയ്യുന്ന വലിയൊരു ജാലവിദ്യയാണ് ഇവിടെ മരത്തിൽ സംഭവിച്ചത്. ഇതിലെ ബി ചോദ്യം: കുറിഞ്ഞിപ്പൂക്കൾ എത്ര വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത്? 13, 14, 12, 11. നമുക്കറിയാം 12 വർഷത്തിലൊരിക്കലാണ് പൂക്കുന്നത്. പ്രവർത്തനം 5. പിക്കിലു നല്ല കുട്ടിയാണ് അല്ലേ? പിക്കിലുവിൻ്റെ കഥാപാത്ര നിരൂപണം നടത്തൂ. കുറിപ്പായോ പദസൂര്യനായോ തയ്യാറാക്കാം. സൂചനകൾ: സ്നേഹം, സഹജീവികളോട് കരുണ, മനോഭാവം, സ്വാതന്ത്ര്യബോധം തുടങ്ങിയവ. അതിനു മുന്നേ ബി ചോദ്യം നോക്കാം. പിക്കിലു തുറന്നു വിട്ടത് ഏത് പക്ഷിയെയാണ്? തത്ത, അരയന്നം, മൈന, ബുൾബുൾ. എന്തിനെയാണ് മക്കളെ? ബുൾബുളിനെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. പിക്കിലു മൃഗങ്ങളെയും പക്ഷികളെയും ഏറെ സ്നേഹിക്കുന്ന ഒരു നല്ല കുട്ടിയാണ്. കൂടുകളിൽ അടച്ചുപൂട്ടി വളർത്തുന്ന പക്ഷികളോട് അവന് വലിയ സഹതാപവും കരുണയുമുണ്ട്. മറ്റുള്ളവരുടെ സന്തോഷത്തേക്കാൾ ജീവജാലങ്ങളുടെ സ്വാഭാവികമായ ജീവിതത്തിനാണ് അവൻ പ്രാധാന്യം നൽകുന്നത്. ജീവനുള്ള ഒന്നിനെയും വേദനിപ്പിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. സ്വാതന്ത്ര്യം എല്ലാ ജീവികളുടെയും അവകാശമാണെന്ന് പിക്കിലു തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അവൻ ബുൾബുൾ പക്ഷിയെ കൂട്ടിൽ നിന്നും തുറന്നുവിട്ട് അതിന് സ്വാതന്ത്ര്യം നൽകുന്നത്. പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്നതാണ് ഭംഗി എന്ന് കരുതുന്ന പൊതുമനോഭാവത്തിൽ നിന്നും വ്യത്യസ്തനാണ് പിക്കിലു. ജീവികളെ അവയുടെ ലോകത്ത് സ്വതന്ത്രമായി പറക്കാൻ അനുവദിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹമെന്ന് അവൻ വിശ്വസിക്കുന്നു. വായനയ്ക്ക് ശേഷവും വായനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് പിക്കിലു. പ്രവർത്തനം 6. പിക്കിലുവിൻ്റെ ഡയറി തയ്യാറാക്കുക. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് അവൻ എഴുതുക? സങ്കല്പിച്ചെഴുതൂ. ഡയറി എഴുതുമ്പോൾ തീയതിയും ദിവസവും എഴുതാൻ മറക്കരുത്. ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ചേട്ടൻ കൂട്ടിലടച്ച ആ പാവം ബുൾബുൾ പക്ഷിയെ ഇന്ന് ഞാൻ സ്വതന്ത്രമാക്കി. അതിനെ കൂട്ടിലിട്ട് വളർത്തുന്നത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നിയിരുന്നു. സ്വാതന്ത്ര്യം എല്ലാ പക്ഷികൾക്കും വേണമല്ലോ, എല്ലാവർക്കും വേണമല്ലോ. കൂട് തുറന്നപ്പോൾ ആ പക്ഷി സന്തോഷത്തോടെ ആകാശത്തേക്ക് പറന്നുയരുന്നത് ഞാൻ നോക്കി നിന്നു. ആ കാഴ്ച എൻ്റെ മനസ്സിന് തന്ന സംതൃപ്തി ചെറുതല്ല. അച്ഛനും അമ്മയും ആദ്യം എന്നോട് ദേഷ്യപ്പെടുമോ എന്ന് പേടിച്ചിരുന്നു. എങ്കിലും ഒരു ജീവന് സ്വാതന്ത്ര്യം നൽകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. എല്ലാ ജീവികളും ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. എല്ലാം സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്